പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് അന്നന്നുള്ള പാഠങ്ങൾ പഠിച്ചിട്ടേ കിടന്നുറങ്ങാവൂ എന്ന് പറയുമ്പോൾ അധ്യാപകരോടും മാതാപിതാക്കളോടും കുട്ടികൾക്ക് ദേഷ്യം തോന്നും. ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നവർ പറയും. പക്ഷേ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതായത് കുട്ടികൾക്ക് അവരുടെ പഠന രീതിയെക്കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് അവർ കൃത്യമായി പഠിക്കാത്തത്. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്പേസ്ഡ് റെപ്പറ്റീഷൻ ടെക്നിക്കാണ്. അതായത് ഓർമ്മ ദീർഘകാലത്തേക്ക് നിലനിർത്തുവാൻ ഏറ്റവും ഫലപ്രദമായ പഠനരീതി. ഒരു വിവരം ബ്രെയിനിൽ ഉറച്ചു നിൽക്കുവാൻ അത് പുനഃപരിശോധിക്കേണ്ട സമയക്രമമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവരെ വിലയിരുത്തപ്പെടുന്ന ഏറ്റവും പ്രധാന പരീക്ഷകൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എക്സാമിനേഷനാണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ക്ലാസ്സിലെ പരീക്ഷകളിൽ നല്ല മാർക്കുണ്ടാവണം. കാരണം അവരെ ടീച്ചേഴ്സും പേരൻസും കൂട്ടുകാരും വിലയിരുത്തുന്നത് ആ പരീക്ഷകളിലെ മാർക്ക് വച്ചിട്ടായിരിക്കും. 1.5 മാസത്തോളമേ ഇനി ഡിസംബറിലെ എക്സാമിന് മിച്ചമുള്ളൂ. ആ സമയം കൊണ്ട് കുട്ടികളെ എങ്ങനെ മികച്ച രീതിയിൽ പഠിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഓർമ്മ നിലനിർത്താനുള്ള സ്പേസ്ഡ് റെപ്പറ്റീഷൻ ഷെഡ്യൂളാണിത്. ഓരോ ഘട്ടങ്ങളായിട്ടാണ് പഠനം. ഓരോ ഘട്ടവും പഠിച്ചതിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് ആവർത്തിക്കണമെന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. 1. ആദ്യ ആവർത്തനം പഠിച്ച് 24 മണിക്കൂറിനകം, അതായത് അടുത്ത ദിവസം ആകുന്നതിന് മുൻപ് വിവരങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറാൻ സഹായിക്കുന്നു. 2. രണ്ടാം ആവർത്തനം 3 ദിവസത്തിന് ശേഷം ബ്രെയിൻ പുതിയതായി ബന്ധം ഉറപ്പിക്കുന്നു. 3. മൂന്നാം ആവർത്തനം 7 ദിവസത്തിന് ശേഷം ഒരാഴ്ച. അതുകൊണ്ടാണ് ഓരോ ആഴ്ചയിലും പഠിപ്പിച്ച കാര്യങ്ങൾ ഞായറാഴ്ച റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് ദീർഘകാല ഓർമ്മയുടെ അടിസ്ഥാന ഘട്ടമാണ്. അടുത്തത് 4-ാം ആവർത്തനം 15 ദിവസത്തിന് ശേഷം, അതായത് 2 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 4-ാം ആവർത്തനം നടന്നിരിക്കണം ഒരു വിഷയത്തിൽ. അത് കുറച്ചുകൂടി ദൂരം വെച്ച് പുനഃസ്ഥിരീകരണമാണ്. 5-ാം ആവർത്തനം 30 ദിവസത്തിന് ശേഷം 1 മാസം. ബ്രെയിൻ ഈ വിവരത്തെ പെർമനൻ്റ് നോളജാക്കി അപ്പോഴായിരിക്കും സ്വീകരിക്കുക. 6-ാം ആവർത്തനം 3 മാസത്തിന് ശേഷം 1 ടേം കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനാണ് നമുക്ക് പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. പഴയ ഓർമ്മ പുതുക്കുകയും നിലനിർത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ് താനും. 7-ാം ആവർത്തനം 6 മാസം കഴിഞ്ഞ് ഹാഫ് ഇയർലി ദീർഘകാല ഓർമ്മ ശക്തമാക്കുന്നു. ഒരു ഉദാഹരണം പറയാം. സ്കൂളിൽ തിങ്കളാഴ്ച വാട്ടർ സൈക്കിൾ പഠിപ്പിച്ചു വന്നിരിക്കട്ടെ. ആ ആഴ്ചയിൽ ചൊവ്വാഴ്ച ആദ്യത്തെ റിവിഷൻ നടത്തണം, വെള്ളിയാഴ്ച 2ാമത്തെ റിവിഷൻ നടത്തണം, അടുത്ത തിങ്കളാഴ്ച 3ാമത്തെ റിവിഷൻ നടത്തണം, 2 ആഴ്ചയ്ക്ക് ശേഷം 4ാമത്തെ റിവിഷൻ, 1 മാസത്തിന് ശേഷം 5ാമത്തെ റിവിഷൻ, 3 മാസത്തിന് ശേഷം 6ാമത്തെ റിവിഷൻ. ഇത്തരത്തിൽ റിവിഷൻ നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠനമെന്നത് ഏറ്റവും രസകരമായ ഒരു പ്രക്രിയയായി മാറും. ഓരോ റിവിഷനിലും മുഴുവൻ കുറിപ്പുകൾ വായിക്കേണ്ടതില്ല. പകരം പ്രധാന പോയിന്റുകൾ മാത്രം പുനഃപരിശോധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ തവണയും ആദ്യത്തെ പഠന സമയത്ത് പോയിന്റുകൾ കുറിച്ച് അതാത് ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകൾ ഭാഗത്ത് പിൻ ചെയ്ത് വയ്ക്കാം.
ഓടിച്ചൊരു റിവിഷൻ. അത് നിങ്ങളെ ഒരുപാട് പഠനത്തിലേക്ക് കൊണ്ടുവരുവാനായി സഹായിക്കും. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാം, മൈൻഡ് മാപ്പ് ഉപയോഗിക്കാം, ചെറിയ ക്വിസുകൾ നിങ്ങൾക്ക് സ്വന്തമായി തയ്യാറാക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഏറ്റവും ചെറിയ രീതിയിൽ ഒരു റിവിഷൻ എന്നും നടത്തിയാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല മാർക്കും വാങ്ങാം. ഭാവിയിൽ മികച്ച ഒരു ലെവലിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യും.